ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതോടെ ഏറ്റവും തിരിച്ചടി നേരിട്ടത് ഇരു മുന്നണികളിലും ഉൾപ്പെടാത്ത കക്ഷികൾക്ക്. നിലവിൽ 37 വീതം കക്ഷികളാണ് BJP നേതൃത്വം നൽകുന്ന NDA മുന്നണിയിലും കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഇന്ത്യ മുന്നണിയിലുമുള്ളത്. എന്നാൽ ഈ രണ്ട് മുന്നണിയിലും അല്ലാതെ തനിച്ച് മത്സരിച്ച കക്ഷികൾക്ക് കനത്ത തിരിച്ചടിയാണ് നേരിട്ടിട്ടുള്ളത്. തിരഞ്ഞെടുപ്പിൽ NDA 296ഉം ഇന്ത്യ സഖ്യം 234 സീറ്റുകൾ നേടി. രണ്ട് മുന്നണികളിലുമായി 530 സീറ്റുകളാണ് സ്വന്തമാക്കിയത്. മറ്റു കക്ഷികളും സ്വതന്ത്രരും നേടിയതാകട്ടെ കേവലം 13 സീറ്റുകൾ മാത്രം. ഭരണ പ്രതിപക്ഷ മുന്നണികൾ തന്നെ ലോക്സഭാ സീറ്റിന്റെ സിംഹഭാഗവും നേടിയതും സർവകാല റെക്കോർഡാണ്. തനിച്ച് ജനവിധി നേരിട്ട അണ്ണാ DMK, BRS, YSR കോൺഗ്രസ് പാർട്ടി, BJD, INLD, ജൻനായക് ജനതാ പാർട്ടി JJP, BSP തുടങ്ങിയ കക്ഷികളെല്ലാം വൻ തിരിച്ചടിയാണ് നേരിട്ടത്. ഇതിൽ ഏറ്റവും കനത്ത തിരിച്ചടി ഏറ്റുവാങ്ങിയത് YSR കോൺഗ്രസും BJDയും BRSുമാണ്. കഴിഞ്ഞ വർഷം നടന്ന തെലങ്കാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BRSന് സംസ്ഥാന ഭരണവും നഷ്ടമായിരുന്നു. ലോക്സഭയോടൊപ്പം തെരഞ്ഞെടുപ്പ് നടന്ന ആന്ധ്രാപ്രദേശിലും ഒഡീഷയിലും ഭരണകക്ഷികൾക്ക് അധികാരം നഷ്ടമായി. 17ാം ലോക്സഭയിൽ അംഗബലം കൊണ്ട് 4ാമതെത്തിയ YSR കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് ആന്ധ്രാഭരണം TDP തട്ടിയെടുത്തു. ഒഡീഷയിലാകട്ടെ 25 വർഷമായി സംസ്ഥാനം ഭരിച്ചു വന്ന നവീൻ പട്നായിക്കിന്റെ പാർട്ടി സ്വപ്നത്തിൽ പോലും കാണാത്ത തിരിച്ചടിയാണ് നേരിട്ടത്. YSR 2019 തെരഞ്ഞെടുപ്പിൽ 22 സീറ്റുകൾ നേടിയപ്പോൾ ഇത്തവണ നേട്ടം 4-ൽ ഒതുങ്ങി. 2019 10ഇടത്ത് ജയിച്ച BSP ഇത്തവണ എല്ലായിടത്തും തോറ്റു. ഇക്കുറി ലോക്സഭയിൽ സാന്നിധ്യം അറിയിക്കാനാകാത്ത BRSന് കാലാവധി കഴിയുന്ന ലോക്സഭയിൽ 9 അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്. 2019 12 MPമാരുണ്ടായിരുന്ന BJDക്കും ഇത്തവണ ലോക്സഭയിൽ പ്രാതിനിധ്യമില്ല. അണ്ണാ DMK, INLD, JJP എന്നീ കക്ഷികൾക്കും ഒരാളെ പോലും വിജയിപ്പിക്കാനായിട്ടില്ല. തനിച്ച് മത്സരിച്ച് കരുത്തു തെളിയിച്ചത് മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസ് മാത്രമാണ്. ദേശീയ തലത്തിൽ ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണെങ്കിലും തൃണമൂൽ ബംഗാളിൽ തനിച്ച് മത്സരിച്ച് 29 സീറ്റുകളിൽ ജയിച്ചു. ഇതിൽ 7 BJPയിൽ നിന്ന് പിടിച്ചെടുത്തതുമാണ്. അസമിൽ ബദ്രുദ്ദീൻ അജ്മലിന്റെ AIUDFന് ആകെയുള്ള ഒരു സീറ്റും ഇക്കുറി നഷ്ടമായി. സിറ്റിംഗ് സീറ്റിൽ 10 ലക്ഷം വോട്ടുകൾക്ക് തോറ്റെന്ന നാണക്കേടും ബദ്രുദ്ദീൻ അജ്മലിനുണ്ടായി. കഴിഞ്ഞ തവണ BJPയോടൊപ്പം ഉണ്ടായിരുന്ന ശിരോമണി അകാലിദളിന് 2019 2 MPമാരാണ് ഉണ്ടായിരുന്നതെങ്കിൽ ഇത്തവണ അത് 1-ലും ഒതുങ്ങി. Waytonikah.com, the exclusive Muslim matrimonial site.